നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും കുടിവെള്ളം വിതരണം ചെയ്യാത്തതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കാലിക്കലമുടച്ച് പ്രതിഷേധ സമരവും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കളക്ടറുടെ ഉത്തരവിറങ്ങിയ ആഴ്ചകൾ കഴിഞ്ഞിട്ടും കുടിവെള്ളം വിതരണം ചെയ്യാത്ത CPM ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി ജനങ്ങളോടുള്ള നീതി നിഷേധമാണെന്ന് CM നൌഷാദ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം അത് ഏറ്റെടുക്കുകയും ആ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരമായ ഒരു സമര പോരാട്ടത്തിന് നാട്ടികയിലെ ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈ സമരത്തിന് ആധാരമായ കാര്യം മനുഷ്യനെ ബാധിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആവശ്യം കുടിവെള്ളമാണ്. ആ കുടിവെള്ളം പരിഹരിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ കുടിവെള്ളം പ്രയാസം നേരിടുന്ന ഈ പഞ്ചായത്തിലെ 4ഓളം വരുന്ന വാർഡുകളിൽ സമയബന്ധിതമായി പഞ്ചായത്തിന്റെ തനത് ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിന് മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നിബന്ധനകൾക്ക് പാലിച്ചുകൊണ്ട് വെള്ളം വിതരണം ചെയ്യാൻ തീരദേശ പഞ്ചായത്തുകൾക്ക് അനുമതിയുള്ളപ്പോൾ വെറും GPS-ന്റെ പേര് പറഞ്ഞ് ഒരു മാസം പിന്നിടുന്നു കുടിവെള്ളം എത്തിക്കാൻ മടി കാണിക്കുന്ന പഞ്ചായത്ത്. കുടിവെള്ള വിതരണം ചെയ്യാത്തതിന്റെ കാരണം ചോദിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിച്ചു കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കുടിവെള്ള വിതരണം ചെയ്യുക ഗ്രാമപഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വവും കടമയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത CPM-ന്റെ പഞ്ചായത്ത് ഭരണസമിതി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ MR ദിനേശൻ അധികാരത്തിൽ തുടരാൻ, അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ, ആരുടെ ചെരുപ്പ് നക്കാനും ആരുടെ കാല് പിടിക്കാനും ആരുടെ കാല് കഴുകി വെള്ളം കുടിക്കാനും ഞാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കണ്ടത്. നാട്ടിക പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ BJP-യുടെ പിന്തുണ സ്വീകരിച്ച CPM പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, KV സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ, പഞ്ചായത്ത് അംഗങ്ങളായ KR ദാസൻ, മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പനക്കൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, PK നന്ദനൻ, സുധി ആലക്കൽ, PV സഹദേവൻ, സൈനബ, മോഹൻദാസ് പുലാക്കലപ്പറമ്പിൽ, കണ്ണൻ പനക്കൽ, ഷിബു, ഭാസ്കരൻ അന്തിക്കാട്, മണികണ്ഠൻ ഗോപുരത്തിങ്കൽ, ജയരാമൻ അണ്ടേടത്ത്, MV ജയരാജൻ, രഘുനാഥ് നായരുശ്ശേരി, മുരളി പനക്കൽ, വേണുഗോപാൽ, മുരളി, കൃഷ്ണകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.